ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി വിവരങ്ങൾ തേടുകയാണ്. ഈ കേസ് ഇ ഡി ഏറ്റെടുക്കുകയാണെങ്കിൽ പല ഉന്നതരും അകത്താകുമല്ലോ. അല്ല, തിരിച്ചാണ് കാര്യം. നമ്മൾ കേരളത്തിലെ ഇ ഡിയുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇ ഡി ഏറ്റെടുത്ത് ശിക്ഷിച്ച് ഒരാളുടെ വസ്തുവകകൾ ജപ്തി ചെയ്ത് കണ്ടുകെട്ടി വിറ്റ ഒരേ ഒരു കേസ് എനിക്കറിയാമെന്നുള്ളത് നമ്മളെ ദേശാഭിമാനി വാങ്ങിച്ച ചാക്ക് രാധാകൃഷ്ണൻ്റെ കേസാണ്. അതിനുശേഷം ഇ ഡിക്ക് പല്ലില്ലാത്ത ഒരു മൂർഖൻ പാമ്പാണ് നമ്മുടെ ഇ ഡി എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. കാര്യം ഇ ഡി ഒരുപാട് കേസുകളിൽ ഒരുപാട് പേരെ കേരളത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്, വിവരം ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു നടപടിയിലേക്കും അത് എത്തിയിട്ടില്ല. ദിവസവും കിലോ കണക്കിന് സ്വർണം കടത്തുന്ന സ്വർണ്ണക്കടത്തുകാരുടെ പിറകെ ഇതുവരെ ഇ ഡി പോയിട്ടില്ല. ആരുടെയും സ്വർണം കണ്ടു കെട്ടിയിട്ടില്ല. അപ്പോൾ ഇ ഡി ഈ കേസിൽ വിവരങ്ങൾ തേടി റാന്നി കോടതിയിലെത്തിയപ്പോഴത്തേക്ക്, മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയപ്പോഴത്തേക്ക്, അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് കോടതിയിലെത്തിയപ്പോഴത്തേക്ക് അവർ ഇ ഡിയുടെ അപേക്ഷ നിരസിക്കുകയാണ് ഉണ്ടായത്. അവർ പറയുന്നത് ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ കീഴിൽ ഈ കേസുകൾ അവരുടെ മേൽനോട്ടത്തെ അന്വേഷിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ കേസിൽ നിങ്ങളുടെ ആവശ്യം പരിഗണിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അവരിപ്പോൾ ഹൈക്കോടതിയിൽ ഒരു സിംഗിൾ ബെഞ്ചിൽ ഈ പരാതിയുമായിട്ട് പോയിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ അപേക്ഷയായിട്ട് പോയിക്കുകയാണ്. ഇത് സംബന്ധിച്ച് 2 FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ 2 FIR ഫയൽ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും അത് പ്രകാരം ഉള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനാണ് ഇ ഡി അവിടെ പോകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പം ഇദ്ദേഹം പറഞ്ഞ മാതിരി നമുക്ക് പെട്ടെന്ന് തോന്നും ഇ ഡി ഈ കേസിൽ പെട്ടെന്ന് വലിയ താല്പര്യം എടുത്തിട്ട് ഇവരെയൊക്കെ തൂക്കിക്കൊല്ലാനാണ് ഇവരിതാ വന്ന് നിൽക്കണേന്ന് തോന്നുന്നു. അവർ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കേസ് അന്വേഷിക്കുന്നത് അട്ടിമറിക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം കേരളത്തിലെ ഇ ഡി എന്നും പിണറായി വിജയൻ്റെ യെസ് ബോസ് ആയിരുന്നു. പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു അന്വേഷണവും ഇ ഡി ഇതുവരെ കരുവന്നൂർ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി എല്ലാ കാലത്തും CPM ഇ ഡിക്ക് എതിരായിരുന്നു. ഇ ഡിയുടെ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മാർച്ച് നടത്തുന്ന പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ. അത് നമ്മൾ വാർത്തകളാണ്. ഞാൻ സത്യങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. വാർത്തകളും വസ്തുതകളും രണ്ടാണ്. ഞാൻ വസ്തുതയാണ് പറയുന്നത്. ഇന്ന് വരെ കേരളത്തിൽ ചാക്ക് രാധാകൃഷ്ണന് ശേഷം ആരുടെയെങ്കിലും വസ്തു കണ്ടുകെട്ടിയത് ഇ ഡി ഇന്ന് വരെ വിറ്റതായിട്ട് നമുക്കറിയാമോ? ഇല്ല. അപ്പോൾ ഇ ഡിക്ക് ഒരുപാട് പവറുള്ള ഒരു ഓർഗനൈസേഷനാണ്. എന്നിട്ട് ഇ ഡിയുടെ ഓഫീസർക്കെതിരായിട്ട് കേരള സർക്കാർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നാടകങ്ങളാണ്. കാര്യം ഇ ഡിക്ക് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, കോടതിയുടെ അടച്ചിട്ട മുറിയിലാണ് കോടതി ഈ കേസ് പരിഗണിക്കുന്നതെന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഉദ്യോഗസ്ഥന്മാരെ പോലും, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ പോലും കോടതിക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിശ്ചയിച്ചത്. അപ്പോൾ അവർ കൊടുക്കുന്ന ഓരോ വിവരങ്ങളും, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊടുക്കുന്ന ഓരോ വിവരങ്ങളും സീൽ വെച്ച കവറിൽ കോടതിക്ക് കൊടുക്കുകയും കോടതി അടച്ചിട്ട മുറിയിൽ അത് പരിശോധിക്കുകയും ചെയ്യുകയും അതിൽ മറ്റുള്ളവർക്ക് അക്സസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അന്വേഷണത്തിലെ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനും തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കാനും സാക്ഷികൾ സ്വാധീനിക്കപ്പെടാതിരിക്കാനുമാണ്. അപ്പോൾ ഈ കേസിൽ കക്ഷി ചേരാൻ ശ്രമിക്കുന്നതിലൂടെ ഇ ഡി ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിൽ അവർക്കൊരു അക്സസ് കിട്ടുകയാണ്. ഈ അക്സസ് കേസിൻ്റെ ഗുണത്തിന് ആണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാർക്ക് തോന്നുകയാണെങ്കിൽ അവർക്കത് ശരിയായിരിക്കാം. കാണുന്ന സാധാരണക്കാർക്ക് അത് ശരിയായിട്ട് തോന്നണമെന്നില്ല. ചിലയിടത്ത് ന്യായം നടന്നാൽ മാത്രം പോരല്ലോ, ന്യായമാണ് നടക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുകയും കൂടെ വേണമല്ലോ. അപ്പോൾ കോടതി പൊതു താല്പര്യം പരിഗണിച്ചിട്ട് ഇ ഡി എടുത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. കാര്യം മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ആ കേസ് നമുക്ക് എപ്പോഴും വേണമെങ്കിലും ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. അതിനകത്ത് ലിമിറ്റേഷൻ ഒന്നുമില്ല. അതൊരു ക്രിമിനൽ കേസാണ്. അപ്പം ഈ ഡി ഈ കേസിൽ പെട്ടെന്ന് വിവരങ്ങൾ എടുക്കുകയും പിന്നെ ഈ FIRലെ വിവരങ്ങൾ എടുക്കുക മാത്രമാണ് ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു കോടതിയിൽ ഫയൽ ചെയ്യുന്ന FIR പബ്ലിക് ഡോക്യുമെൻ്റാണ്. ആർക്ക് വേണമെങ്കിലും അത് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇ ഡിയുടെ ഉദ്ദേശം ഈ FIRൻ്റെ കോപ്പി കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഇ ഡിയുടെ ഉദ്ദേശം. ഈ കേസിൽ ഫലപ്രദമായിട്ട് ഇടപെടുക എന്നുള്ളതും കൂടെ ഇ ഡിയുടെ ദുരുദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. ഇ ഡി ഈ കേസിലെ വിവരങ്ങൾ എടുക്കുകയും ഇത് കുറ്റവാളികളെ സഹായിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടം പൂർണ്ണമാവില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇ ഡി എടുത്ത് വെളിയിൽ വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുമെന്നാണ് നമ്മുടെ ബുദ്ധി നമ്മളെ ഉപദേശിക്കുന്നത്. അല്ല, പലരും പറയുന്നുണ്ടല്ലോ ഈ കേന്ദ്ര ഏജൻസികൾ വന്നാൽ മാത്രമേ
അന്വേഷണം മുന്നോട്ട് പോകുകയുള്ളൂ. നിലവിലെ അന്വേഷണങ്ങൾക്ക് പരിമിതിയുണ്ട്. ഇത് പല സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. പല പ്രമുഖ നേതാക്കളെ പിടികൂടാനുള്ള ഒരു പോകുന്ന ആ വഴിയിലേക്കുണ്ട്. അങ്ങനെ ഈ പറയുന്ന ചിലർ സൂചിപ്പിക്കുന്നതുണ്ടല്ലോ, ഈ പ്രതിസന്ധികൾ, ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ മറികടക്കാൻ ഇടി വന്നാൽ കഴിയില്ലേ? ഇവിടെ ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കേസിലെ വാദി ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാരാണ്. അവർ ന്യായാധിപന്മാരല്ല. അവർ ഈ കേസിലെ വാദികളാണ്. പ്രതികൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. സാധാരണ നമ്മൾ കേസിൽ സർക്കാർ വാദിയും കോടതി ന്യായാധിപനും സാധാരണ ജനങ്ങൾ പ്രതികളുമാണ്, കുറ്റക്കാർ പ്രതികളുമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ കേസിൽ വാദി ജഡ്ജിമാരും പ്രതി സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമാണ്. അപ്പോൾ ഈ സർക്കാരല്ല, സർക്കാരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഹൈക്കോടതിയെ സംബന്ധിച്ചുള്ള സർക്കാർ എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം സംവിധാനത്തെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. അപ്പം കോടതിയെ സംബന്ധിച്ചിടത്തോളം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെൻറ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ആ ഗവൺമെൻറ്റിൻ്റെ വേറൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇഡിക്ക് ഈ കേസിൽ ഇത്രയ്ക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാവേണ്ട എമർജൻസി ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾ വേറൊരു വാക്ക് പറയുകയാണെങ്കിൽ എക്സിജൻസീസ് ഒന്നും ഇപ്പോൾ ഇല്ല. കോടതി ഉപയോഗിക്കാൻ പോകുന്ന വാക്ക് ഇതാണ്: ദർ ഈസ് നോ എക്സിജൻസി ഫോർ ദ ഇഡി എൻക്വയറി ഓൺ ദിസ് സബ്ജക്ട് ഫോർ അറ്റ് ദ പ്രസന്റ് മൂമെന്റ്. വി വിൽ ഗിവ് യു ഓൾ ദ ഡീറ്റെയിൽസ് വെൻ ദ കേസ് എൻക്വയറി ഈസ് ഫൈനലൈസ്ഡ്. ഇതായിരിക്കും കോടതി പറയാൻ പോകുന്ന വാചകങ്ങൾ. കാര്യം ഈ ഘട്ടത്തിൽ അന്വേഷണം അപ്പോൾ എന്ത് ഉദ്ദേശത്തിലായിരിക്കും ഇഡിയുടെ ഈ നീക്കം? ഇഡിയുടെ ഇതുവരെയുള്ള ഉദ്ദേശം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ. കഴിഞ്ഞ 10 വർഷം ഇഡി എന്താണ് ചെയ്തിട്ടുള്ളതെന്നും കൂടെ ഹൈക്കോടതിക്ക് പരിശോധിക്കാമല്ലോ. നിങ്ങൾ എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട്, ഇഡി കേസിൽ എത്ര പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര പേരുടെ പ്രോപ്പർട്ടി കണ്ടുകെട്ടിട്ടുണ്ട്. കരിവന്നൂരുമായി ബന്ധപ്പെട്ടാണല്ലോ CPM എപ്പോഴും ഇഡിക്കെതിരെ രംഗത്ത് വരുന്നത്. കരുവന്നൂർ ബാങ്കിന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ സുരേഷ് ഗോപിയുടെ ഒരു മാർച്ചോടെയാണ് കരുവന്നൂർ വിഷയം ചൂടാവും. സുരേഷ് ഗോപി നയിക്കുന്ന ഒരു പബ്ലിക് മാർച്ചോടെയാണ് കരുവന്നൂർ വിഷയം ചൂടുപിടിക്കുന്നതും അവിടെ അന്വേഷണം നടക്കുന്നത്. കോപ്പറേറ്റീവ് സെക്ടറിൽ ഇഡിക്ക് ഇടപെടുന്ന ആ രീതിയല്ല മറ്റ് കേസ് അന്വേഷണത്തിൻ്റെ രീതിയിൽ. കോപ്പറേറ്റീവ് സെക്ടറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ പൈസ പോയത് ഏത് വഴിക്കെന്ന് അവർക്ക് അറിയാനുണ്ട്. ഇഡി നമ്മളെ കണ്ണ് കെട്ടുന്ന വെച്ചാൽ ഇഡി വന്ന് ഒരാളെ വസ്തു അറ്റാച്ച് ചെയ്യും. നമ്മൾ ഇപ്പം പൊതുജനങ്ങളുടെ നമ്മൾ ചെന്ന് ചാടുന്നൊരു ബുദ്ധിമുട്ട്. ഒരു കേസിൽ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു, അവിടെ നമുക്കെല്ലാം സമാധാനമായി, നമ്മളെല്ലാം കിടന്നുറങ്ങും. യഥാർത്ഥത്തിൽ ഈ കേസിലെ കാര്യങ്ങൾ നടക്കുന്നത് ഈ അറസ്റ്റിന് ശേഷമാണ്. എങ്ങനെയാണ് സാക്ഷികൾ ഉണ്ടാക്കുന്നത്, സാക്ഷികൾ എങ്ങനെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്, അന്വേഷണം ഏത് വഴിക്കാണ് നടക്കുന്നത്, ഇവിടെയൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ. ഇതൊന്നും നമ്മൾ സാധാരണക്കാർ അന്വേഷിക്കാറുമില്ല. സാധാരണക്കാർ മാത്രമല്ല, മീഡിയയും അന്വേഷിക്കാറുമില്ല. ഇതിൻ്റെ ഒന്നും പുറകെയൊന്നും പോകാറുമില്ല, മീഡിയയ്ക്ക് പ്രത്യേക താല്പര്യം ഇല്ലെങ്കിൽ. അപ്പോൾ ഇവിടെ ഇഡി ഈ കേസിൽ അകത്ത് താല്പര്യം കാണിക്കേണ്ട എക്സിജൻസി എന്താണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ? എന്തായി അത്യാവശ്യം ഉണ്ടായിപ്പോയത്? ഒന്നും ഉണ്ടായില്ല. കാര്യം 30 കിലോ സ്വർണം വിജയ് മല്ലയ്യ നമുക്ക് അമ്പലത്തിന് കൊടുത്തു, ശരിയാണ്. അത് എവിടെ പോയെന്ന് കണ്ടുപിടിക്കേണ്ടതും ആവശ്യമാണ്. പക്ഷേ ഇത് നാളെ രാവിലെ തന്നെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ സ്വർണ്ണം എല്ലാം പൈസയായി പോയി കാണും. ഈ പൈസ എവിടെ പോയെന്ന് അന്വേഷിക്കുകയും ചെയ്യണം. ഇതൊന്നും വേണ്ടെന്ന് കോടതി പറയുന്നില്ല. പക്ഷേ ഈ കോടതിയുടെ അന്വേഷണത്തിൽ, കോടതിയാണ് ഇവിടെ അന്വേഷിക്കുന്നത്, കോടതിയുടെ അന്വേഷണ പ്രക്രിയയിൽ ആരെ ഇടപെടുത്തണം എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അവിടെ ഇഡിയുടെ മറ്റ് സ്റ്റാറ്റ്യൂട്ടറി പവറുകളുണ്ട്. ആ പവറുകൾ ഈ കോടതിയുടെ ബെഞ്ചിൽ നടക്കില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടതിയാണ് ഇവിടെ വാദി എടുത്ത് നിങ്ങളുടെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ തരും, ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദുരുപയോഗപ്പെടാനുള്ള സാധ്യത. നിലവിലെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ടോ? അന്വേഷണ സംഘത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാവും. കോടതിക്ക് വിശ്വാസമുള്ള ഒരു അന്വേഷണ സംഘത്തെയാണ് കോടതി അന്വേഷണത്തിന് നിയമിച്ചിരിക്കുന്നത്. ആ അന്വേഷണ സംഘത്തിൻ്റെ പുറത്ത് വിശ്വാസമുണ്ടോ ഇല്ലയെന്ന് പറയേണ്ടതും ആ അന്വേഷണ സംഘത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. അല്ല, പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവനായി തന്നെ ഈ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി വിമർശനം ഉന്നയിക്കുന്നു. ഈ പ്രതിപക്ഷ കക്ഷികൾ ആരും ഈ കേസിൽ കക്ഷി ചേരാൻ പോകുന്നില്ലല്ലോ. ഇതിൽ താല്പര്യമുള്ള ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ ഉണ്ടെങ്കിൽ അവരുടെ വക്കീലന്മാർ മുഖാന്തരം അവർക്ക് ഈ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പ് ഈ കേസിൽ കക്ഷി ചേരാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ചേരുന്നില്ല എന്നുള്ളത് ഉത്തരം കിട്ടേണ്ട ഒരു വസ്തുതയാണ്. ഇത് മാത്രമല്ല, ഈ രണ്ട് സർക്കാരുകളും, ഈ പിണറായി വിജയൻ 1ാം സർക്കാരിനും 2ാം സർക്കാരിനും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആരോപണത്തിലുള്ള കേസിൽ കക്ഷി ചേർന്നിട്ടുള്ളത് മാത്യു കുഴൽനാടൻ മാത്രമാണ്. അദ്ദേഹത്തെ ഏകദേശം പൊളിറ്റിക്കൽ വയലൻസിലോട്ട് നമ്മൾ തള്ളി മാറ്റുകയും ചെയ്തു. അടുത്ത തവണ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു മുന്നണികൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മ, ഒരു സമവായം പല കാര്യങ്ങളിലും ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നു. കാര്യം ശബരിമല കേസിലായാലും ഇപ്പോൾ ഈ കേസിലായാലും കേന്ദ്ര ഗവൺമെൻറ്റിനെ കക്ഷി ചേർക്കേണ്ടതാണ്. കാര്യം ഈ ക്ഷേത്രങ്ങളെല്ലാം
കേന്ദ്ര ഗവൺമെൻറ്, തിരുവിതാംകൂർ ഈ മഹാരാജാവ്, കൊച്ചി മഹാരാജാവും ചേർന്നിട്ട് ഇതെല്ലാം ഏൽപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് സംസ്ഥാനങ്ങൾക്ക് ഈ ദേവസ്വം ബോർഡിൻ്റെ പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇത്തരം പ്രശ്നങ്ങളിൽ എപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ പ്രശ്നങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കക്ഷി ചേർക്കേണ്ടതായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് അഭിപ്രായം എന്തെന്ന് അറിയേണ്ടതായിരുന്നു. എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെടുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ഈ കേസിൽ കക്ഷി ചേരണമെന്ന്, അല്ലെങ്കിൽ ഞങ്ങളെ കക്ഷി ചേർക്കണമെന്ന് ആവശ്യപ്പെടാമായിരുന്നല്ലോ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇവിടെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളുടെ, BJPയുടെ വലിയ വലിയ നേതാക്കളുടെ ഭാര്യമാരൊക്കെ ഗവൺമെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസർമാരായിട്ടും പ്രോസിക്യൂട്ടർമാരായിട്ടും സ്റ്റാൻഡിംഗ് കൗൺസിലർമാരായിട്ടൊക്കെ ഉണ്ടല്ലോ. എന്താ ആർക്കും ഈ കേസിൽ താല്പര്യപ്പെടാത്ത? BJP എന്താ ഈ പറയുന്ന കക്ഷികൾ ഈ കേസിൽ കക്ഷി ചേർന്നിരുന്നെങ്കിൽ അവർക്ക് പറയാനുള്ളത് കോടതിക്ക് നേരിട്ട് കേൾക്കാമായിരുന്നല്ലോ. അവർക്ക് പറയേണ്ടത്, രാഷ്ട്രീയക്കാർക്ക് പറയേണ്ടത് പത്രക്കാരുടെ അടുത്ത് പറയോ അല്ലെങ്കിൽ ചാനലിൽ പറയുമല്ലോ വേണ്ട. അവർക്ക് പറയേണ്ടത് കോടതിയിൽ പറയാം. കോടതിയിൽ എന്താ പറയാത്തത്? പൈസ ഇല്ലാത്തതുകൊണ്ടാണോ രാജീവ് ചന്ദ്രശേഖരന്? അല്ലെങ്കിൽ VD സതീശന് പൈസ ഇല്ലാത്തതുകൊണ്ടാണോ ഒരു വക്കീൽ മുഖാന്തരം ഈ കേസിൽ കക്ഷി ചേരാൻ? CPMന് കക്ഷി ചേരാൻ പറ്റാത്തതുകൊണ്ടാണോ? അപ്പോൾ ഈ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും, ഈ മോഷ്ടിച്ചവരെല്ലാവരും ഒരു ഭാഗത്തും, കോടതി വേറൊരു ഭാഗത്തുമാണ്. ആ സമയത്ത് ഇപ്പോൾ നമുക്ക് കോടതി അല്ലാതെ വേറെ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കോടതിക്ക് ഉചിതമായിട്ട് തോന്നിയ ഒരു അന്വേഷണ സംഘത്തെയാണ് കോടതി നിയമിച്ചിരിക്കുന്നത്. അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ഹൈക്കോടതി വളരെ സീരിയസ് ആയിട്ട് വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ 17-ാം തീയതി നട തുറക്കുമ്പോഴത്തേക്ക് ശബരിമലയിലുള്ള സ്വർണം പൂശിയ ഭാഗത്തിൻ്റെ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എടുത്തിട്ട് അതിൽ എത്ര സ്വർണ്ണം ഉണ്ടെന്ന് കണ്ടെടുത്ത് സാമ്പിൾ എടുത്ത് ഫോറൻസിക് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് സ്പെഷ്യലൈസ്ഡ് ഏജൻസി വഴിയൊക്കെ അന്വേഷിക്കാനുള്ള ശ്രമം കോടതി നടത്തുന്നുണ്ട്. അപ്പം കോടതിയുടെ ഈ കാര്യത്തിലുള്ള സൂക്ഷ്മതയും അവരുടെ സിൻസിയറിറ്റിയും നമുക്ക് വിശ്വാസത്തിലെടുത്തേ പറ്റുള്ളൂ. കാര്യം ഇനി നമുക്ക് വേറൊരു ഏജൻസി ഇല്ല. ഹൈക്കോടതി കഴിഞ്ഞിട്ട് വേറെ ഇതിനു മുകളിലൊരു ഏജൻസി ഇതിനകത്ത് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതും കഴിവുള്ളതും പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതുമായ വേറൊരു ഏജൻസി ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഹൈക്കോടതിയിൽ മാത്രം നമുക്ക് വിശ്വാസം അർപ്പിക്കാം. ഹൈക്കോടതിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ.